നമുക്ക് വെള്ളം നല്ലോണം തിളച്ചു. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഉപ്പിട്ടിട്ടുണ്ട്. ഇത് ബജറേൻ്റെ പൊടിച്ചു കൊണ്ടുവന്ന ബജറ പൊടിയാണ്. ഞാൻ അന്ന് ഇട്ടിരുന്നത് ബജറ പൊടിച്ചു കൊണ്ടുവന്നതൊക്കെ. അപ്പോൾ ഈ പൊടി നമ്മൾ ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇടുക. എത്രയും നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഈ പൊടി നമുക്കിടാം. പൊടി നമ്മളിട്ടു. ഇനി നമ്മൾ തീ കുറയ്ക്കാം. നമുക്ക് ഇതിങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കാം. വെള്ളം കൂടുതലെന്ന് വെച്ചാൽ ഇച്ചിരി പൊടി കൂടുതൽ ഇടാം കേട്ടോ. ഇത് വെള്ളം കൂടുതലൊന്നുമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങോട്ട് റെഡിയാവും. ഇതിങ്ങനെ ആക്കിയാലും ഇത് നമ്മൾ ആവിക്ക് പിന്നെ ഒന്നും കൂടെ വേവിക്കും. വേണമെങ്കിൽ അതൊന്ന് തോരാൻ വേണ്ടി ഒരു തിരിപ്പൊടിയും കൂടി നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ ഇടാം. അപ്പം നല്ലപോലെ ആവും കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അത് നോക്കുമ്പോൾ നല്ലപോലെ ഉണ്ടാവും. ഇത് നമ്മൾ എങ്ങനെ വേണേലും അല്ലാതെ ഇടാം. ചെറിയ ഉരുളകളാക്കി ഉരുട്ടി നമുക്ക് ആവിക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഒരു കറി എന്തെങ്കിലും ഇറച്ചിയോ എന്തെങ്കിലും പച്ചക്കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കറി കൂട്ടി നമുക്ക് കഴിക്കാം. നമുക്ക് തീ ഓഫാക്കാം. അപ്പോൾ നമ്മളിത് ഇങ്ങനെയുള്ള ഉരുളകളാക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്കിടാം. ഇങ്ങനെ വേവിച്ചെടുക്കണം. നമ്മൾ വാട്ടിയിട്ട് ഇങ്ങനെ ചെറിയ ഉണ്ടകളാക്കി എടുക്കാം. പിന്നെ ഇത് ചപ്പാത്തി ഉണ്ടാക്കാം. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ച് എന്നാൽ പിന്നെ ഇന്ന് ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുകൊണ്ട്. പിന്നെ ദോശ പോലെ കോരി ഒഴിക്കാം കേട്ടോ. കുറച്ച് നേരം ഇത് നനച്ച് വെച്ചിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഒരു മുളകോ പച്ചമുളകോ ചുവന്ന മുളകോ എന്തെങ്കിലും അരച്ച് ചേർക്കാം. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ല മയ കേട്ടോ ഈ പൊടിക്ക്. ഉണ്ടോ? നല്ല സോഫ്റ്റ്. ഇനി ഒരു ദിവസം ദോശ ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പം നമുക്ക് ആയോ നോക്കാം. ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനത്തെയൊക്കെ കഴിക്കാം കേട്ടോ. ഞാൻ അരിൻ്റെ ചോറൊന്നും കഴിക്കാറില്ല. ഇഡലി ആണെങ്കിൽ ഒരെണ്ണം അങ്ങനെ കഴിക്കും. അതൊന്നും കഴിക്കാറില്ല. ഇങ്ങനത്തെയാണ് കഴിക്കുക. കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനത്തെ കഴിക്കുന്നത്. ഞാൻ ചോറ് കഴിക്കില്ല. ഷുഗർ കൂടുതലാണ്. എന്നാലും നമുക്ക് പണിയൊക്കെ എടുത്തല്ലേ പറ്റുള്ളൂ. ജോലി ചെയ്തല്ലേ പറ്റുള്ളൂ. ജോലിക്കൊക്കെ പോകുന്നുണ്ട് സാധാ പോലെ തന്നെ. പക്ഷേ ഇതാ
നമുക്കൊരു മുട്ട ഫ്രൈ ആക്കാനാട്ടോ. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും സാധനം നമ്മളിതിലിട്ട് വഴറ്റുന്നുണ്ട്. ഇത്തിരി ഒരു ചിക്കൻ മസാല ഒരു ശകലം ഇട്ടുന്ന ഒരു 1/4 സ്പൂണ്. ഇനി നമുക്കൊരു 1/4 സ്പൂണ് പോലും വേണ്ട മുളക് പൊടി. പിന്നെ നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി, കരടോളം മതി. എത്ര സാധനം നമ്മൾ എത്ര മുട്ടയുണ്ടോ എത്ര ഉള്ളിയുണ്ടോ അതനുസരിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ചേർക്കണം. ഇത് ഞാനിപ്പോൾ ഒരു 2 മുട്ടയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് 2 മുട്ടയ്ക്ക് അനുസരിച്ചിട്ടുള്ള സാധനങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉള്ളി ഒന്ന് വേകാനുള്ള വെള്ളം. ഉള്ളി നല്ലോണം ഫ്രൈ ആയി വാടി നല്ല ഇതായതാണ്. പക്ഷെ എന്നാലും അതിലേക്കൊരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് നല്ലോണം ആകട്ടെ. നൂൽപുട്ടാണ്. നമുക്ക് മുട്ട അങ്ങോട്ട് വെച്ച് ഇടാം. ആ മുട്ടയും ഇതും കൂടി കൂടിയിട്ട് നമുക്കൊന്ന് പുരട്ടിയെടുക്കാം. അത്രയേ ഉള്ളൂ. അപ്പം നൂൽപുട്ടും മുട്ട പുരട്ടിയത് മുട്ട പുരട്ടാണത്. ഇവിടെ എല്ലാത്തിനും മുളക് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മുളകൊന്നും അധികം വേണ്ട, എരിവ് വേണ്ട, ഉപ്പധികം വേണ്ട, അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളതനുസരിച്ചിട്ട് നിങ്ങൾ എത്ര സാധനം എടുക്കണോ, നിങ്ങൾക്ക് എത്ര എരിവ് വേണം, എത്ര ഉപ്പ് വേണം, അതൊക്കെ നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ടേസ്റ്റിനും നമ്മുടെ ഇഷ്ടത്തിനും അനുസരിച്ചിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ ഞാനൊരു ഇത്തിരി എടുക്കുള്ളൂ. എന്നുവെച്ചാൽ ഇവിടെ ഉപ്പ് ആർക്കും വേണ്ട. പിന്നെ എന്താണെന്ന് വെച്ചാൽ എരിവ് വേണ്ട, മസാലയൊന്നും തീരെ വേണ്ട. ഒരു നുള്ളു മസാല ഇട്ടാൽ മതി. എന്തിനും ചിക്കനൊക്കെ കൊണ്ടുവന്നാലൊന്നും ഈസ്റ്റേൺഡെയാണ് നമ്മൾ വാങ്ങുന്നത്. അത് ഒരു സ്പൂണ് പോലും ഇടില്ല. ഇറച്ചിക്കൊക്കെ ആണെങ്കിലും അതെ, എന്തിനും മസാല അധികം ഉപയോഗിക്കില്ല. അപ്പോൾ നമുക്കിത് പുരട്ട് കഴിഞ്ഞു. മുട്ട റോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ചധികം ഉള്ളിയും ഇതെല്ലാം ഇട്ടിട്ട് റോസ്റ്റാക്കി എടുക്കുന്നത്. ഇത് മുട്ട പുരട്ട്. ഓരോ നാട്ടിലും ഓരോ ഭാഷ പറയുന്നു. എല്ലാം ഒന്ന് തന്നെ. അപ്പോൾ ഇവിടെയുള്ളവർ പറയും മുട്ട പുരട്ട് എന്ന്. വേറെ ആൾക്കാർ പറയും റോസ്റ്റ് എന്ന്. ഒക്കെ എന്ന് തന്നെയാണ്. മുട്ട കൊണ്ട് പല വിഭവങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതൊക്കെ റെഡിയായി. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.